ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു ഫുഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. നമുക്ക് നേരെ അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം, വാ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പിൻ്റെ പകുതി, അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നല്ല പോലെ വറുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 3/4 കപ്പ് തേങ്ങ ചിരകി വെച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സാധാരണ വാഴപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് നെയ്യും വേണം. അങ്ങനെ ഈ കാണുന്ന വെറും 5 സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 പഴം ഈ കാണുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇത് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടി. നമുക്ക് ആദ്യം ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ പഴം അരിഞ്ഞതിന് ശേഷം നമ്മളെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം, ഇത് വളരെ പെട്ടെന്ന് തന്നെ ചൂടാവും. നമ്മൾ ആദ്യം തന്നെ പാന് ചൂടായതിനു ശേഷമാണ് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യും ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നെയ്യ് കിടന്ന് ഒന്ന് വാടി വരണം. അത് വാടി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വാടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വാടി വരുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇനിയും മെച്ചപ്പെടുത്തി, നമ്മളുടെ പോരായ്മകളൊക്കെ മെച്ചപ്പെടുത്തി നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ പഴം ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പഴം നെയ്യ് കിടന്നത് ആ ഒരു മഞ്ഞ കളറിലേക്ക് എത്തിയിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, അത് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് എത്ര വേണോ അതിനനുസരിച്ച്, ലേശം മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച്, കുറവ് മതി എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പഞ്ചസാരയും റവയും പഴവും ഒക്കെ കൂടി നല്ല പോലെ ഒന്ന് ഇളക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ കിടന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ റവയും പഴവും ഒക്കെ കൂടി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ 2 പഴം, അതുപോലെ തന്നെ ഒരു അരക്കപ്പ് റവ, അതുപോലെ തന്നെ 3/4 കപ്പ് തേങ്ങ ചിരകി വെച്ചത്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമ്മൾ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ തേങ്ങയും റവയും പഴവും എല്ലാം കൂടെ നമ്മുടെ അടുപ്പത്ത് കിടന്ന് നെയ്യിൽ ഈ രീതിയിലാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന സമയത്ത് പഴം ഒന്ന് ഉടയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ കണ്ടീഷനിൽ ആയി വരുന്ന സമയം വരെ നമ്മൾ കാത്തിക്കുക. ഈ കണ്ടീഷനിലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്നവരെ കാത്തു നിൽക്കണം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പണികൾ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം അടുപ്പത്ത് കിടന്ന് സെറ്റായതിനു ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല പോലെ തണുക്കാന്ന്, തണുത്തതിന് ശേഷം നമ്മൾ അതെല്ലാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം ചെറിയൊരു ലഡുവിൻ്റെ അത്ര വലുപ്പമല്ലേ, അതിലും ചെറിയ, നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് ആവശ്യം നമ്മളെ. അപ്പോൾ പെട്ടെന്ന് പൊരിയുന്ന രീതിയിലുള്ള ഒരു സൈസിൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ച് ഇത് ചെയ്ത അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പാന് വെച്ച് അതൊന്ന് ചൂടായതിനു ശേഷം ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളകളാക്കിയിട്ടുള്ള നമ്മുടെ റവയും പഴവും ഒക്കെ കൂടി ഉരുളകളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ഏതായാലും ആദ്യം ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ തീ അല്പം കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ നമ്മളെല്ലാം നമ്മളെ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 പഴം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 പഴം കൊണ്ട് നമ്മൾ ഉരുളകളാക്കിയപ്പോൾ ഈ കാണുന്ന അത്രയും ഉരുളകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എത്ര ബാക്കി സാധനങ്ങൾ എടുത്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇതൊക്കെ ഡബിളാക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി ഇതിവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഒരു ഭാഗം അത്യാവശ്യം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഏകദേശം മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതുകൊണ്ടാണ് മറച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ മറച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് വേവട്ടെ, എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഐറ്റം ഇതാ ഏകദേശം ഈ ഒരു കളറിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണിത്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ പഴമൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ പലർക്കും മടിയായിരിക്കും. അപ്പോൾ പഴമൊക്കെ ഈ രീതിയിലേക്ക് മാറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഉഷാറായിട്ട് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.